മറ്റൊരാൾ കൊല്ലത്ത് കാലൊടിഞ്ഞതിനെ തുടർന്ന് ഒരു 85 വയസ്സുകാരിയായ ചെല്ലമ്മ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. അതിന് അവർക്ക് 85,000 രൂപയാണ് ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവർക്ക് ചിലവായത്. അതായത് അവർ പറയുന്നത് മരുന്ന് ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും അവരുടെ കയ്യിൽ നിന്ന് കാശിറക്കി വാങ്ങിക്കൊടുക്കേണ്ടി വന്നു എന്നതാണ്. മാത്രമല്ല അവരെ അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാലൊടിഞ്ഞ 85-കാരിയുടെ ശസ്ത്രക്രിയ നടത്തിയത്. അവരുടെ മകൻ ബാബുവാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ബാബു, ഈ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ 85,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായി എന്നാണ് പറയുന്നത്. എന്തിനാണ് ആ പണം, എന്തിനു വേണ്ടിയാണ് അത് ചിലവാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു? ഡോക്ടർ ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു? ഇല്ല, ഡോക്ടർ ഒരു കാര്യം പറഞ്ഞില്ല. ഹലോ, പറഞ്ഞോളൂ ബാബു, കേൾക്കുന്നുണ്ട്. സാറേ കേൾക്കുന്നുണ്ട് ബാബു, പറഞ്ഞോളൂ. ഞാൻ എൻ്റെ അമ്മ 13-ാം തീയതിയാണ് എൻ്റെ അമ്മ വീണ്. 12-ാം തീയതി വീണു. 12-ാം തീയതി എൻ്റെ അമ്മ വീഴുന്ന ജൂൺ 12-ാം തീയതി വീണു. ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് നേരെ പൊല്ലൂർ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി. അവിടെ നിന്ന് നേരെ അവിടുന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ ആ ഡോക്ടറൊന്നും നോക്കി പോലും ചെയ്തില്ല. എനിക്ക് നേരെ മെഡിക്കൽ കോളേജിലേക്ക് തരികയായിരുന്നു ചെയ്തത്. അവിടെ വന്നതിന് ശേഷം എൻ്റെ അമ്മയുടെ 2010 എടുത്തൊരു എക്സ്പയർ കാർഡ്, ആധാർ കാർഡ് ഉണ്ടായിരുന്നു. ആധാറല്ല, നമ്മുടെ ചികിത്സാ കാർഡ്. അത് കൊടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇതൊക്കെ എക്സ്പയർ ഡേറ്റ് ആയിപ്പോയി. ഞാൻ എന്നിട്ട് കാരുണ്യയിൽ പോയി, മറ്റുള്ള സ്ഥലത്ത് പോയി. ഞാൻ ബാക്കി എല്ലാ സാധനങ്ങളും ഡോക്ടർ എഴുതി തന്ന മൊത്തം സാധനങ്ങളും ഞാൻ വെളിയിൽ നിന്നാണ് മേടിക്കുന്നത്. കാഷ്വാലിറ്റി കയറിയതിന് ശേഷം, അതായത് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി കയറി ഇങ്ങേറ്റം എൻ്റെ അമ്മയ്ക്കൊരു ട്രിപ്പ് ഇടുന്ന ട്യൂബ് ഉണ്ടല്ലോ, ട്യൂബ്, അത് കഴുകി വയ്ക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. കഴുകി വയ്ക്കാൻ ഞാൻ 12 ദിവസം ഞാൻ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. കഴിഞ്ഞ 13-ാം തീയതി മുതൽ എന്നെ ഡിസ്ചാർജ് ആക്കിയത് 25-ാം തീയതി. എൻ്റെ അമ്മയുടെ ഒരു കാല് 2022 ഒടിഞ്ഞ്. 2022 എൻ്റെ അമ്മയുടെ ഒരു കാലൊടിഞ്ഞതാണ്. അന്ന് കാരുണ്യ പദ്ധതിയിൽ എനിക്കൊരു ചെറിയ സഹായം കിട്ടി. ഇപ്പം ഈ വലത്തെ കാലൊടിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മയും കൊണ്ട് വന്ന് അത് പറയാൻ പറ്റത്തില്ല. എത്ര രോഗികൾ അവിടെ കഷ്ടപ്പെടുന്നറിയോ? എത്ര രോഗികൾ. എൻ്റെ അമ്മയുടെ കാര്യം കളാം, എത്ര രോഗികൾ. എൻ്റെ അമ്മയുടെ കാര്യം മാത്രമല്ല, ഞാൻ ഒരു നിസ്സാരപ്പെട്ട രാവിലെ വരും, ഒരു ട്രിപ്പ് ഇടുന്നതിന് അതിന് നമ്മൾ ട്യൂബ് എടുത്ത് കൊടുക്കണം. ആ ട്യൂബ് നമ്മൾ കഴുകി വയ്ക്കണം. കഴുകി നമ്മളൊരു കവറിനകത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കണം. സാധനമില്ല, സിസ്റ്റർമാർ പറയുക സാധനമില്ല. 27-ാം പാർട്ടിലുള്ള അനുഭവം ഞാൻ പറയുന്നത്. 27-ാം പാർട്ടിലുള്ള എൻ്റെ അനുഭവം പറയുമോ? എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്. ഈ 85,000 ചിലവായെന്ന് പറഞ്ഞാൽ റാഡെടുക്കാൻ ഭഗവതി മെഡിക്കലിൽ പോകണം, മറ്റടുത്ത് പോകണം, മരുന്ന് മേടിക്കാൻ. ഒരു മരുന്ന് ഞാൻ HL പോയിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ കാരുണ്യയിൽ പോയി. എനിക്ക് തുണ്ടെഴുതി തരുന്ന അവിടെ ഒന്നും ഒരു മരുന്നില്ല. ഞാൻ ഔട്ട്സൈഡിൽ നിന്ന് മേടിക്കണം. ഔട്ട്സൈഡിൽ നിന്നാണ് മരുന്ന്. ഞാൻ SITയുടെ അവിടെ പോയി മരുന്നിന്. ഞാൻ SITയുടെ മുമ്പിൽ ചെന്ന് ഞാൻ മരുന്ന് മേടിക്കാൻ ചെന്നു. എൻ്റെ വിഷമമാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ 13 ദിവസത്തെ ഒരു വിഷമം കൊണ്ട് പറയുമോ? എൻ്റെ അമ്മ എങ്ങനെയാലും എഴുന്നേറ്റ് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് കണ്ടത്. പൊല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഞാൻ അവിടെ പോയത്. ഞാൻ ആരെ കുറ്റം പറയും? എനിക്ക് പറ്റിയത് വേറൊരാൾക്ക് പറ്റാൻ പാടില്ല. എത്ര ആ 27-ാം പാർട്ടിൽ 28-ാം പാർട്ടിൽ എത്ര രോഗികൾ അവിടെ തറയിൽ കിടക്കുന്നറിയോ? തറയിൽ. ആ 27-ാം പാർട്ടിൽ 15-ാം തീയതി ഒരു ലിഫ്റ്റ് കേടായിരുന്നു. ആ ലിഫ്റ്റിനകത്ത് കൊണ്ടുവരാക്കുന്ന റാമ്പിനകത്തൂടെ ഒരു രോഗികളെ ഞങ്ങൾ താഴെ ഇറക്കിയത്. ഇതാരെങ്കിലും അറിയോ? ഡിപ്പാർട്ട്മെൻറ്റ് അറിയുന്നോ? അന്നേരം അവിടെ ഇരിക്കുന്ന രാത്രിയാകുമ്പോൾ ഒരു രോഗിയെ കൊണ്ടുപോകണ്ടേ? അപ്പോൾ 2-ാം പാർട്ട് വരെ, 2-ാം നില വരെ ലിഫ്റ്റ് പ്രവർത്തിക്കത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് കയറിയിട്ട് 1-ാം നിലയിൽ കയറണം. 3-ാം നിലയിൽ കയറണമെങ്കിൽ ലിഫ്റ്റില്ല. ഒരു രോഗിയെ പെട്ടെന്ന് ഒരു ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുപോകാനോ, ഒരു എക്സ്റേ എടുക്കാൻ കൊണ്ടുപോകാനോ, ഒരു ഹാർട്ടോളജി കൊണ്ടുപോകാനോ അവിടെ ലിഫ്റ്റില്ല. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ അല്ല. ഞാൻ ഇന്നലെ അല്ല, 2022 ഇതേപോലെ എൻ്റെ അമ്മയെ കൊണ്ടുപോയി എനിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഉള്ളത് ഞാൻ പറയാം. 2022 എൻ്റെ അമ്മ ഇതേപോലെ വലത്തേക്കാൽ ഒടിഞ്ഞതായിരുന്നു. ഞാൻ എന്നിട്ട് സൂപ്രണ്ട് ഓഫീസിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ സൂപ്രണ്ട് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് പറയാം, അവിടെ ഒരു മേഡം ഇരിപ്പുണ്ട്. മേഡം, എങ്ങനെയെങ്കിലും എനിക്കൊരു ആ കമ്പി ഇടാനുള്ള പൈസയെങ്കിലും നിങ്ങളൊന്ന് ശരിയാക്കി താ. ഇല്ല, നിങ്ങളുടെ അമ്മയ്ക്ക് 85 വയസ്സായിപ്പോയി, ഇനി നിങ്ങൾക്ക് കിട്ടത്തില്ല.
85 വയസ്സ് അമ്മയെ നമ്മൾ കളയാൻ പറ്റുമോ? 85 വയസ്സ് അമ്മയെ കളയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ നിങ്ങൾക്ക് പിന്നെ ഇൻഷുറൻസ് കാർഡൊന്നും ഇല്ലല്ലോ. ഇൻഷുറൻസ് കാർഡുണ്ട്, അതൊന്ന് പുതുക്കി തന്നാൽ മതി. പുതുക്കി ചെല്ലുന്നിടത്ത് ആ പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ എ ബ്ലോക്കിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ ഒരു പിന്നെ ആധാർ കാർഡ് പുതുക്കുന്ന ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അവർ പറയുക ഇവിടെ നടക്കത്തില്ല, നിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞാൽ നിനക്ക് മലയാളത്തിൽ പറഞ്ഞാൽ അറിയത്തില്ല. നമ്മൾ പഠിച്ചിട്ടില്ല, അവിടെ അത്രയും രോഗികൾ അവിടെ ഉണ്ട്. അത്രയും രോഗികളുണ്ട്. ഇത് ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞേ, എനിക്ക് വേറെ ഒന്നുമല്ല. എൻ്റെ അമ്മയ്ക്ക് 85,000 രൂപ ചിലവായെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അവിടെ നിന്ന് ഒരു സാധനം, ഞാൻ അതിൻ്റെ ബില്ലുകൾ കംപ്ലീറ്റ് ഞാൻ വേണ്ടുന്ന ചാനലുകാർക്കെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പം 8-ാം തീയതി അവിടെ ചെക്കപ്പിന് വരും. ചെക്കപ്പിന് വരുമ്പോൾ എൻ്റെ അമ്മയെ ചെക്കപ്പ് ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല. ആഗസ്റ്റ് 8-ാം തീയതി ഈ അവിടുത്തെ ഈ നഴ്സുമാരുടെയും ഡോക്ടേഴ്സിന്റെ ഒക്കെ ഒരു പെരുമാറ്റം എങ്ങനെയാണ് താങ്കളുടെ അനുഭവത്തിൽ ബാബു? ഞാനൊരു കാര്യം പറയട്ടെ സാറേ, അവിടെ രാത്രിയിലാവുമ്പോഴത്തേക്ക് സിസ്റ്റർമാർക്ക് 2 സിസ്റ്റർമാരേ ഉള്ളൂ. അവരുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പറ്റത്തില്ല. അവിടെ കൊച്ചു നേഴ്സുമാർ, ചെറിയ പിള്ളേരൊക്കെ വരുന്ന, അവർക്ക് നല്ല പരിചയമുള്ളവർ, നമ്മളവിടെ ചെന്നപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ അത് മേടിച്ചുണ്ടോ ഇത് മേടിച്ചുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ മേടിക്കാത്തത്? ആ ഇഞ്ചക്ഷൻ്റെ പേര് ഞാൻ പറഞ്ഞു, മേഡം ഒരു കാര്യം ചെയ്യണേ, എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് എൻ്റെ അമ്മയ്ക്കാണ്ട് ഇഞ്ചക്ഷൻ്റെ മരുന്ന് എടുക്കണം, ഇഞ്ചക്ഷൻ്റെ മരുന്ന് എടുക്കാൻ ഒന്ന് എഴുതി തരുമോ? അതേപോലെ ഡോക്ടർ എഴുതിയില്ലേ എന്നാ ചോദിക്കുന്നത്. ഹലോ, കേൾക്കുന്നുണ്ട് ബാബു പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. ഡോക്ടർ എഴുതിയില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, സാറാ കേസിനകത്ത് എഴുതിയില്ലായിരുന്നു, അത് നമുക്ക് എഴുതിത്താ. അത് നമ്മൾ കമ്മ്യൂണിറ്റി മെഡിക്കൽ സ്റ്റോറിൽ താഴെ നമ്മൾ ഇറങ്ങി വരുന്ന പാസ് കൊടുക്കുന്ന ആ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ കാണത്തില്ല, ചിലപ്പോൾ HL പോവും. പിന്നെ നമ്മൾ രാത്രി എവിടെ പോയെങ്കിലും നമ്മുടെ അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്? സിറിഞ്ച് വരെ മേടിച്ചു കൊടുത്ത്. അതേപോലെ നെയ്യാറ്റിൻകരയുള്ളൊരമ്മ ആണെങ്കിൽ അവർക്ക് മക്കളില്ല. ആ അമ്മയുടെ ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് അവർ തഴഞ്ഞു കളഞ്ഞതാ. അത് ബെഡ് നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരും. എൻ്റെ അമ്മ 69ാമത്തെ ബെഡിൽ കിടന്ന്, ആ അമ്മ 70ാമത്തെ ബെഡിൽ കിടക്കുന്നു. അത്രയും കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്. ശരി.